നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടും ഭീകരനും ജെയ്ഷെ തലവനുമായ മസൂദ് അസറിനെയാണ് ഇന്ത്യൻ മിസൈൽ ലക്ഷ്യം വെച്ചത്. മസൂദിന്റെ കൊട്ടാര സദൃശ്യമായ വീട് തകർത്തെങ്കിലും ഇതേസമയം മസൂദ് സുരക്ഷിതമായ ബങ്കറിനുള്ളിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒളിത്താവളത്തിലിരുന്ന് കുതന്ത്രങ്ങൾ മെനയുന്ന മസൂദിനെ ഇല്ലാതാക്കാനുള്ള നീക്കം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്രയേലി ചാര ഉപഗ്രഹങ്ങളെ ഇതിനായി ഇന്ത്യ ആശ്രയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 56-കാരനായ മസൂദ് അസർ 2001 പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം, 2016 പഠാൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായാണ് ഈ തീവ്രവാദി. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്റെ കുടുംബത്തിലെ 10 പേരും 4 അനുയായികളും കൊല്ലപ്പെട്ടെന്ന് മസൂദ് അസർ സമ്മതിച്ചു കഴിഞ്ഞു. 4 അനുയായികൾ എന്ന് പറയുന്നത് ജെയ്ഷയുടെ താവളത്തിൽ ആയുധ പരിശീലനം തേടിയ കൊടും ഭീകരർ തന്നെയാണ്. മസൂദും കുടുംബവും ബങ്കറിലാണ് വാസമെന്നും ബങ്കറുകൾ മാറി മാറി കഴിയുകയാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. ഇയാളെ പാകിസ്ഥാൻ സൈന്യം ലാഹോറിൽ ഒഴിവിൽ പാർപ്പിച്ചിരിക്കുന്നതായി ചില റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടെ ഇന്ത്യക്ക് ഏറ്റവും വലിയ വിനാശവും ആഘാതവും വരുത്തിയ കൊടും ഭീകരനെ എങ്ങനെയും അമർച്ച ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ മൂത്ത സഹോദരി, അവരുടെ ഭർത്താവ്, അനന്തരവന്റെ ഭാര്യ, മറ്റൊരു അനന്തരവൾ, കുടുംബത്തിലെ 5 കുട്ടികൾ എന്നിവർ മരിച്ചതായി അസറിന്റെ തന്നെ പ്രസ്താവനയിൽ പറയുന്നു. ഫാസിൽ ഭൻജെ, അദ്ദേഹത്തിന്റെ ഭാര്യ, എന്റെ അനന്തരവൾ ഫസീല, എന്റെ സഹോദരൻ ഫുസൈഫ, അദ്ദേഹത്തിന്റെ അമ്മ, പിന്നെ എന്റെ സഹായികൾ എന്നാണ് മസൂദ് അസർ പറഞ്ഞിരിക്കുന്നത്. യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പരിശീലനങ്ങൾ നൽകുന്നതും മർക്കസ് സുബ്ഹാനല്ലയിലായിരുന്നു. മസൂദ് അസറിന് പുറമെ മുഫ്തി അബ്ദുൾ റൌഫ് അസ്ഗർ, മൗലാന അമർ തുടങ്ങിയ ഭീകരരും അവരുടെ കുടുംബങ്ങളും തങ്ങിയിരുന്നത് ഇവിടെയാണ്. പഹൽഗാമിന് തിരിച്ചടി നൽകാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു മർക്കസ് സുബ്ഹാനല്ല. ഇന്ത്യയുടെ ആക്രമണത്തിൽ തനിക്ക് ഇതിൽ ഖേദമോ നിരാശയോ ഇല്ലെന്നും പകരം അവരോടൊപ്പം ആ യാത്രയിൽ താനും ചേരണമെന്നായിരുന്നു തോന്നുന്നതെന്നും അവർക്ക് പോകേണ്ട സമയം വന്നുവെന്നും അസറിന്റേതായി പുറത്തുവന്ന പ്രസ്താവനയിലുണ്ട്. ഇന്ന് നടക്കുന്ന ബന്ധുക്കളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായിരുന്നു മസൂദ് അസർ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തിരുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹാവൽപൂർ ആസ്ഥാനമായ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാവാണ് ഇയാൾ. അതേസമയം ഭീകരൻ മസൂദ് അസറിനെ ലാഹോറിൽ കനത്ത സുരക്ഷയിൽ പാകിസ്ഥാൻ സൈന്യവും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരും ചേർന്ന് സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 1968 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിലാണ് ഇയാളുടെ ജനനം. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ സജീവമായിരുന്ന ഭീകര സംഘടനയായ ഫർഹത്തുൽ അൻസാറിയിലൂടെയായിരുന്നു തുടക്കം. 1998 സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി. 1993 ഫർഹത്ത് ഉൽ അൻസാർ എന്ന ഭീകര സംഘടന ഇയാൾ സ്ഥാപിച്ചു. 1994 ഫെബ്രുവരിയിൽ അനന്ത്നാഗിനടുത്ത് ഖാനാബാലിൽ നിന്ന് ഇന്ത്യ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതാണ്. 1999 ഡിസംബർ 24 കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് 150-ലേറെ യാത്രക്കാരുമായി വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 വിമാനം ഭീകരർ റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലിറക്കി. ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന മസൂദ് അസർ, അഹമ്മദ് ഒമർ, സായിദ് ഷെയ്ഖ്, മുസ്താഖ് അഹമ്മദ് സർഗർ എന്നീ ഭീകരരുടെ മോചനമായിരുന്നു അസറിന്റെ സഹോദരൻ ഇബ്രാഹിം അത്തറിന്റെ നേതൃത്വത്തിലുള്ള ഭീകരരുടെ ലക്ഷ്യം. 7 ദിവസത്തെ സന്ധി സംഭാഷണങ്ങൾക്ക് ശേഷം ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി 3 പേരെയും ഇന്ത്യ മോചിപ്പിച്ചു. അസറിനെ താലിബാന് കൈമാറി. മോചനശേഷം ഫർഹത്ത് ഉൽ അൻസാറിനെ അമേരിക്ക നിരോധിച്ച തിരോധിത ഭീകര സംഘടനകളുടെ പട്ടികയിൽ ചേർത്തിരുന്നു. ഇതിനുശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചത്. 2002 പാകിസ്ഥാൻ ഈ സംഘടനയെ നിരോധിച്ചതായി പറയുന്നുണ്ടെങ്കിലും സംഘടനയ്ക്ക് ആയുധവും സാമ്പത്തിക സഹായവും നൽകുന്നത് പാകിസ്ഥാനാണ്. അസർ ആസൂത്രണം ചെയ്ത് 2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമായിരുന്നു പാർലമെന്റ് ആക്രമണത്തിന് പിന്നിൽ നീക്കം നടത്തിയത്. ഇതിന്റെ ഭാഗമായി 2001 ഡിസംബർ 29 പാകിസ്ഥാൻ അസറിനെ തടങ്കലിൽ വച്ചുവെങ്കിലും 2002 ഡിസംബർ 14 വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിച്ചു. 2016 പഠാൻകോട്ടിലെ ഇന്ത്യൻ വ്യോമതാവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അസറായിരുന്നു. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ചാവേർ ബോംബർ നടത്തിയ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുക്കുകയും ചെയ്തു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹവൽപൂരിലെ മർക്കസ് സുബ്ഹാനല്ലയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് മസൂദിന്റെ കുടുംബാംഗങ്ങളെ ഇല്ലായ്മ ചെയ്തത്. ഇനി ആരും ദയ പ്രതീക്ഷിക്കേണ്ടതും തിരിച്ചടി ഉടനുണ്ടാകുമെന്നും അസർ പറഞ്ഞ സാഹചര്യത്തിൽ അസർ എന്ന ലോക ഭീകരനെ എന്നേക്കുമായി തീർക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലുമായി 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളിലായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം തകർത്തത്.
പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ മാത്രം ജെയ്ഷയുടെയും ലഷ്കറിന്റെയും 4 ഭീകര ക്യാമ്പുകളും തകർക്കപ്പെട്ടിട്ടുണ്ട്. പാക് ചാര സംഘടനയായ ISI, അഫ്ഗാനിലെ താലിബാൻ, അൽ ഖയ്ദ സ്ഥാപകൻ ഒസാമ ബിൻ ലാദൻ എന്നിവരുടെ പിന്തുണ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ അസറിനുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.